സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദു പോയ പോലെ തന്നെ ഹാളിലെ സെറ്റിയിൽ ജാനുവിനും അജുവിനും നടുവിൽ വന്നിരുന്നു. അജയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. നന്ദു ആഞ്ഞെന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണിന് വെട്ടാതെയുള്ള നോട്ടം കണ്ടതും അവളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ഞാനിപ്പോൾ വരാം, കുറച്ച് വെള്ളം കുടിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ജോലി കഴിഞ്ഞ് വന്ന സമയമാണ്. വീട്ടിലായിരുന്നെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തോ നന്ദുവിന് അവളുടെ അമ്മയെ വല്ലാതെ മിസ് ചെയ്തു. നാളെ ഒന്ന് പോയി കാണണം. ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അവൾ അവളോട് തന്നെ പറഞ്ഞു, മോളെ നന്ദു, ദാ പരിപ്പോടെയാണ് സേതുമോൾ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. പെട്ടെന്ന് പിന്നിൽ നിന്നും വനജേച്ചി അങ്ങനെ പറഞ്ഞതും നന്ദു തിരിഞ്ഞു നോക്കി. കയ്യിലൊരു പാത്രവും നീട്ടി അവൾ നോക്കി നിൽക്കുവാണ്. ചായ കുടിക്കുന്ന ശീലമല്ലല്ലോ, അതുകൊണ്ട് അതുണ്ടാക്കിയില്ല. ദാ ഇത് കഴിച്ചോ. വനജേച്ചി പറഞ്ഞത് നന്ദു ചിരിയോട് അത് വാങ്ങി. ഒപ്പം അവളുടെ കവിളിൽ അമർത്തി ഒന്ന് മുത്തി. വനജേച്ചിയാണെങ്കിൽ ആകെ കിളി പോയ പോലെ നിൽക്കുവാണ്. നന്ദൊരു ചിരിയോടെ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ വീണ്ടും തിരിഞ്ഞു. പിന്നെ വനജേച്ചി, ഞാൻ പോയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം? ആ ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അജുകുഞ്ഞ് വന്നത്. ശബ്ദം കേട്ട് ഞാൻ പോയി നോക്കുമ്പോൾ മോൻ ഭക്ഷണം തട്ടിയെറിയുന്നത് കണ്ടത്. ഞാൻ ചെന്നതും മേഡനെ തുറിച്ചു നോക്കി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. കുറച്ചു നേരം എന്തൊക്കെയോ പൊട്ടൻ ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ജാനുവും സേതുമോളൊക്കെ കിടന്നിരുന്നു. അവിടെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വനജേച്ചി പറഞ്ഞതും അവൾ തലയാട്ടി ഹാളിലേക്ക് നടന്നു. വനജേച്ചി അവിടെ പണിയിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് വേറെയും രാത്രിയിലേക്ക് വേറെയുമാണ് വെക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അവർക്ക് പണിയാണ്. നിന്റെ ഭാര്യയ്ക്ക് എന്താ അജുവിടെ ഒരു ആലോചന? എന്തോ ആലോചിച്ച് അടുക്കളയിൽ നിന്നും വരുന്നവളെ നോക്കി ജാനു പറയുമ്പോൾ അജു നോക്കിയത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പാർവതിയാണ്. അവർ കഴുത്തിലൊരു ചെറിയ കർച്ചീപ്പ് കൊണ്ട് പൊത്തി പിടിച്ചിട്ടുണ്ട്. കരഞ്ഞ പോലെ കണ്ണും മുഖമൊക്കെ ചീർച്ചിട്ടുണ്ട്. അജു അവരെ തന്നെ നോക്കി. നിന്റെ ഭാര്യയ്ക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. വീണ്ടും ജാനുവിൻ്റെ ശബ്ദം. അജു പാർവതിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി നന്ദുവിനെ നോക്കി. ഒരു ക്രൂരമായ ചിരിയോടെ പാർവതിയെ നോക്കി നിൽക്കുകയാണ് അവൾ. അജുവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഭാര്യ, ജാനു പറഞ്ഞ ആ വാക്ക്, പലപ്പോഴും പലരും പറഞ്ഞ വാക്ക്, ഇടയ്ക്കൊക്കെ അവനെ നന്ദ തന്നെ പറഞ്ഞ വാക്ക്. ശരിക്കും ആരാണ് ഭാര്യ? എന്താണ് ഭാര്യ? ഒരു സൂപ്പർമാനാണ്. ഒരുപാട് ശക്തികളുള്ള, ആരെയും ഉപദ്രവിക്കാൻ സമ്മതിക്കാതെ സംരക്ഷിക്കുന്ന ആള്. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ ഉപദ്രവിക്കുന്നവളും. അതൊക്കെയാണ് ഭാര്യ. അജു നന്ദുവിനെ തന്നെ നോക്കിയിരുന്നു. ആരൊക്കെയോ രാവണിയെ താങ്ങിക്കൊണ്ട് റൂമിൽ നിന്ന് വരുന്നു, പുറത്തേക്ക് കൊണ്ടുപോകുന്നു, കാറിൽ കയറ്റുന്നു. എന്നാൽ അജു ഒന്നും അറിയുന്നില്ല. അവനവൻ്റെ നന്ദ എന്ന സൂപ്പർമാനിൽ കുടുങ്ങിക്കിടക്കുവാണ്. സേതുമേ. ഗേറ്റ് കിടന്ന് കാറ് പോകുന്നു നോക്കി നിന്ന സേതുമ്മ ആ വിളി കേട്ടതും തിരിഞ്ഞു നോക്കി. ഒരു കയ്യിൽ പാത്രവും ഒരു കയ്യിൽ പരിപ്പോടിയും പിടിച്ച് നിൽക്കുവാണ്. ആ കഴിച്ചോ, നിനക്കുണ്ടാക്കിയതാ. താങ്ക്സ്. അതും പറഞ്ഞുകൊണ്ട് അവൾ സേതുമ്മയുടെ കവിളിലൊന്ന് മുത്തി. സേതുമ്മ ചിരിയോടെ അവളുടെ കവിളിൽ തലോടി. പോടി, അവളുടെ ഒരു താങ്ക്സ്. കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്, എനിക്ക് വേണ്ട. സേതുമ്മ കളിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. നീ എനിക്ക് ജാനുമോളെ പോലെ തന്നെയാണ്, എൻ്റെ മകൻ്റെ ഭാര്യ. നിനക്ക് വേണ്ടി ചെയ്യുന്നതിനൊന്നും എനിക്ക് നന്ദി വേണ്ട. എൻ്റെ ലച്ചു ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതിലും നന്നായിട്ട് നോക്കുമായിരുന്നു. ആ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് യോഗം ഉണ്ടാവില്ല. ആരാ ലച്ചു? സേതുമ്മയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി നന്ദു ചോദിച്ചു. നിന്റെ അമ്മായിയമ്മ, നിന്റെ അജുവിൻ്റെ ലക്ഷ്മിക. നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് സേതു വേഗം അടുക്കളയിലേക്ക് നടന്നു. നന്ദു ആ നൃത്തം അങ്ങനെ നിന്നു. കുറേ അറിയാനുണ്ട്. നന്ദു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടത് അവളെ തന്നെ തുറിച്ചു നോക്കി പേടിപ്പിക്കുന്നവനെയാണ്. ഓ പുല്ല്, ഞാൻ സേതുമ്മക്ക് ഉമ്മ കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആവും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ വെള്ളം കുടിക്കേണ്ടി വരും. വലത് നോക്കല്ലേ, ആ കണ്ണ് ഞാൻ കൂത്തിപ്പൊടിക്കും. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവർക്ക് നടുവിൽ തന്നെ വന്നിരുന്നു. ജാനവളൊന്ന് നോക്കി കയ്യിലുള്ള പുസ്തകത്തിലേക്ക് കണ്ണു നട്ടു. നന്ദ അതിലേക്കൊന്നും നോക്കി താല്പര്യമില്ലാത്ത പോലെ പരിപ്പോടെ കടിച്ചു കൊണ്ടിരുന്നു. ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ഇരുത്തം തന്നെ ഇരിക്കുന്നുണ്ട്, കണ്ണും കൂർപ്പിച്ചുകൊണ്ട്. നന്ദു കടിച്ച പരിപ്പോടെ അവൻ്റെ വായിലേക്ക് കുത്തിത്തിരികി. അല്ല പിന്നെ കുറെ നേരായി. ആദ്യത് ചവച്ചുകൊണ്ട് വീണ്ടും അവളെ തന്നെ നോക്കി. അവൾ അവനെ അടിമുടി ഒന്ന് നോക്കി. വേറെ പലരും ആയിരുന്നെങ്കിൽ വായിൽ കുത്തി കയറ്റിയതിന് മുഖത്തേക്ക് തുപ്പിയിരുന്നു. അതുണ്ടായില്ല. നന്ദു ജാനുവിനൊന്ന് പാളി നോക്കിയ ശേഷം ആജുവിൻ്റെ കവിളിൽ പതിയൊന്ന് മുത്തി. നീ എൻ്റെ മുത്താടാ മുത്തുമണി. പതിയെ അവൻ്റെ ചെവിയിലൊന്ന് പറഞ്ഞു. എൻ്റെ അമ്മോ, ആ മുഖം ഒന്ന് കാണണം. ഉമ്മ കിട്ടിയത് കൊണ്ടാണോ അതോ അത് പറഞ്ഞത് കൊണ്ടാണെന്ന് അറിയില്ല. മുഖം പൂനിലാ ഉദിച്ചതുപോലെയുണ്ട്. ഓ, വേറെ ചുമച്ച് തൊണ്ട പൊട്ടിക്കണ്ട. ജാനു ആക്കി ചുമച്ചപ്പോൾ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല നന്ദുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജാനൊന്ന് ചിരിച്ചു. വല്ലാത്തൊരു പെണ്ണ. അജൂട്ടാ.
ജാനു പെട്ടെന്ന് അങ്ങനെ വിളിച്ചതും നന്ദുവും മജുവും ജാനുവിനും ഒരുപോലെ തുറച്ചു നോക്കി. അത് കണ്ട് ജാനു പൊട്ടിച്ചിരിച്ചു. അത് വേണ്ട, ആ വിളി വേണ്ട കേട്ടോ. ഓ ആയിക്കോട്ടെ. നന്ദു പറയുമ്പോൾ ഒരു ചിരിയോടെ തന്നെ ജാനു തലകുലുക്കി. നേരം പോയിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ പോയവരൊക്കെ തിരികെ വന്നു. നന്ദു വിചാരിച്ച പോലെ തന്നെ രാവണിയുടെ തോളിൽ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. രാവണിയുടെ കെട്ടിവെച്ച ഒടിഞ്ഞ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് നന്ദ അജീവനെ കൂടി മുകളിലേക്ക് നടന്നു. എന്തോ ഇനിയും അവിടെ നിന്നാൽ സഹിക്കാൻ കഴിയാതെ ചിരിച്ചു പോകും. അജുവും നന്ദു റൂമിലെത്തിയത് നന്ദു ഫോൺ എടുത്ത് അവളുടെ അമ്മയെ വിളിച്ചു. എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. സന്ധ്യ നേരമാണ്, നാമം ജപിക്കാൻ ഇരുന്ന് കാണുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ ടേബിളിൽ തന്നെ വെച്ചു. അവളെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് അവൾ നടന്നതും നന്ദു പെട്ടെന്ന് വാതിലിൽ തട്ടി ജിത്തുവിൻ്റെ ഉറക്കിയുള്ള വിളി കേട്ടതും അവൾ വേഗം പോയി വാതിൽ തുറന്നു. ടെൻഷനോടെ നിൽക്കുവാണ്. എന്തേട്ടാ? അവൻ്റെ അസ്വസ്ഥമായ മുഖത്തേക്ക് നോക്കി അവൾ ഇത്തിരി ആശങ്കയോടെ ചോദിച്ചു. അത് നന്ദു, നിന്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന്. എന്തോ പെട്ടെന്ന് കുടഞ്ഞു വീണെന്ന്. നമ്മുടെ ഹോസ്പിറ്റലിലാണ്. ജിത്ത് പറയുമ്പോൾ അവൾ ഏറിയ ഹൃദയമിരിപ്പോടെ പുറത്തേക്ക് വന്നു. പെട്ടെന്നെന്തോ ഓർത്തുപോലെ വാതിലിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരികെ വന്ന് അവിടെ ബെഡിലിരുന്ന് അവളെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവൾ തലകുലുക്കി. വാ, അവൾ വിളിച്ചതും അതിവേഗം അവൾക്ക് അടുത്തേക്ക് നടന്നു. നന്ദു, അവനെ കൂട്ടിയിട്ട് ഞാൻ വരാം. നീ ഇവിടെ ഡ്രൈവറേയും കൂടി പോകാൻ നോക്ക്. ഞങ്ങൾ വേഗം വരാം. അജുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റട്ടെ, എന്നിട്ട് വരാം. ജിത്തു പറഞ്ഞതും അവൾ തലയാട്ടി വേഗം താഴേക്ക് ഓടി. അജ് അവൾ പോകുന്നത് നോക്കി ജിത്തുവിൻ്റെ അടുത്തേക്ക് നിന്നു. മനസ്സിൽ മുഴുവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. അതിൻ്റെ കാരണം മനസ്സിലായില്ലെങ്കിലും ആ വിഷമം മാറ്റി കൊടുക്കുവാൻ അവൻ പ്രാർത്ഥിച്ചു. കാറ് ഹോസ്പിറ്റലിൽ നിർത്തിയത് നന്ദു വേഗം ഇറങ്ങി അകത്തേക്ക് ഓടി. റിസപ്ഷനിൽ ചോദിച്ച ICUവിലേക്ക് ഓടുമ്പോൾ അവളുടെ കാലും കൈയും കുറഞ്ഞു പോയിരുന്നു. അമ്മ, ഒരു പാവം പിടിച്ച അമ്മ. പ്രതികരിക്കാനോ തടയാനോ ദേഷ്യപ്പെടാനോ ഒന്നും അറിയാത്തൊരു അമ്മ. ആ അമ്മയെ കണ്ട് വളർന്നത് കൊണ്ടാകും താൻ ഇങ്ങനെയായത്. അമ്മ എന്താണോ അതാവരുതെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ജീവിച്ചത് കൊണ്ടാകും എവിടെയും നിൽക്കാൻ കഴിയുന്നത്, പിടിച്ചു കയറാൻ കഴിയുന്നത്, പ്രതികരിക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ദുർബലയായ അമ്മയായിരുന്നില്ല. ICയുടെ മുന്നിലെത്തിയപ്പോൾ കണ്ട സുമ ചേച്ചിയെ ടെൻഷനോട് ആർക്കോ വിളിക്കുവാണ്. ചേച്ചി. നന്ദുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കയ്യിലുള്ള ഫോൺ കട്ടാക്കി അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നു. ഞാൻ നിനക്ക് വിളിക്കുമായിരുന്നു, ഫോൺ എടുത്തില്ല. അമ്മക്ക് ഒന്നും പറഞ്ഞിട്ടില്ല മോളെ, കൊണ്ടുവന്ന് അങ്ങനെ കയറ്റിയതാ. നന്ദു തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു. നേരായിട്ട് കോഴികളെ കൂട്ടിലടച്ചിട്ടില്ല. ശബ്ദം കേട്ട് ഞാൻ പോയി നോക്കിയതാ. അപ്പോഴാ ഹാളിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടത്. രമേശനെ വിളിച്ച് വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ആ നേരം മോളെ വിളിക്കാനൊക്കെ മറന്നുപോയി. അതും പറഞ്ഞുകൊണ്ട് അവർ അവൾക്കടുത്തേക്കിരുന്നു. നന്ദൊന്നും മിണ്ടിയില്ല. രമേശ് വന്നതും അവരെഴുന്നേറ്റു. ചേച്ചി പോക്കോ, വീട്ടിൽ കുട്ടികൾ ഒറ്റയ്ക്കല്ലേ, നേരം നല്ലോണം ഇരുട്ടി. അവൾ കണ്ണുകൾ അമർത്തി തുറച്ച് വേഗം എണീറ്റു. തകർന്നു പോകാൻ പറ്റില്ല, അതിന് പറ്റിയ സമയമല്ല. അത് വേണ്ട നന്ദു, അവളിവിടെ നിൽക്കട്ടെ, ഞാൻ വീട്ടിൽ പോക്കോളാം. മോളിവിടെ ഒറ്റയ്ക്കല്ലേ. അത് സാരല്ല രമേശേട്ടാ, അജോട്ടെ ഇപ്പൊ വരും. പോരുമ്പോൾ ജിത്ത് പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ. അവന് വന്നിട്ടെന്താ നന്ദു, അവൻക്ക് എന്തറിയാം? അവൻക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്താ ചേച്ചി, എനിക്കറിയില്ലേ. ഒരാളായിട്ട് ഒപ്പം ഉണ്ടായാൽ മതി, നിങ്ങൾ പോക്കോ. നന്ദു ഉറപ്പോടെ ഗൗരവത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ അവർ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. നന്ദു ചേരിൽ തന്നെ ഇരുന്നു. അമ്മ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതോടൊപ്പം അവളുടെ ചുണ്ടുകൾ തേങ്ങയോടെ മുഴുങ്ങി. നന്ദ. ഉറക്കെയുള്ള ശബ്ദം കേട്ടതും അവൾ തലചരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഓടി വരികയാണവൻ. കരഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഓടി ഇറങ്ങുന്നവളെയാണ് അന്നേരം അവൻ്റെ ഉള്ളിൽ നിറങ്ങി. നന്ദ. അവൻ അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിൽ നിന്നതും അവൾ അവൻ്റെ വയറിൽ മുഖമൂർത്തി അവനെ ചുറ്റിപ്പിടിച്ചു. അജു ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. കരയുവാണ്. എന്തിന്? അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവൻ്റെ നന്ദ കരയുവല്ലേ. നന്ദു. ജിത്ത് വിളിച്ചതും അവൾ മുഖമുയർത്തി. ഒന്നും പറഞ്ഞിട്ടില്ലത്ര. അവൾക്ക് വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല. അടക്കി നിർത്തിയ കണ്ണുനീര് സങ്കടമൊക്കെ അവളുടെ അജുവിനെ കണ്ടപ്പോൾ പുറത്തേക്ക് വന്നതാണ്. ജിത്ത് ഒന്ന് മൂളി. എല്ലാവരും ദുർബലരാണല്ലേ. ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വന്നാൽ എല്ലാവരും കാണിക്കുന്ന ധൈര്യവും ചൂർന്നു പോകും. സത്യം പറഞ്ഞാൽ നന്ദക്ക് എന്ത് ചെയ്യണം തന്നെ അറിയില്ല. ഇങ്ങനൊരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം തളർന്നിട്ടില്ല. ഇങ്ങനെ ഹോസ്പിറ്റലിൽ പേടിയോടെ തളർച്ചയോടെ ഇടർച്ചയോടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ICUവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. 3 പേരും അങ്ങോട്ടേക്ക് നോക്കി. നന്ദ ചേരിന്ന് എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് നിന്നു.
അറ്റാക്കാണ്. 3 ബ്ലോക്ക് ഉണ്ട്. അതിലൊന്ന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഉറപ്പ് പറയുന്നില്ല. ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യത വളരെ കുറവാണ്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കൈകളിലാണ്. കയറി കാണുകയും കാണാം. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് തന്നെ കയറി. തളർച്ചയോടെ ചെയറിലേക്ക് തന്നെ ഇരുന്നു. ഇത്ര കണ്ണിൽ ചോരയില്ലാത്ത ഡോക്ടർമാർ ഒരു മുഖവരെയും ഇല്ലാതെ ഒരു മകളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത് ജിത്തുവിനൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അകത്ത് കിടക്കുന്ന ആളുടെ അവസ്ഥ പുറത്തുള്ളവരെ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്ന് ചിന്തിക്കുന്നില്ലല്ലോ. നന്ദു കാണണ്ടേ? ജിത്ത് ചോദിക്കുമ്പോൾ അവൾ വേണമെന്ന് തലകുലുക്കി. ഷെറീൻ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ എന്തോ ഒരു തോന്നലിൽ അജുവിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി. അജ് അതൊന്നും അറിയുന്നില്ല. അവൻ അന്നത്തെ കരയുവാണ്. എന്തിന്? ഇവിടെ എന്താ? ഇവിടെ ആരാ? അങ്ങനെ പലതുമാണ് അവൻ്റെ മനസ്സിൽ. അകത്തേക്ക് കയറിയപ്പോൾ കണ്ട് ഒരുപാട് വയറുകൾക്കിടയിൽ ശ്വാസം വലിച്ചു കിടക്കുന്ന അവളുടെ അമ്മയെ നന്ദു അജുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു. വലത്തെ കൈ ഉയർത്തി അവരുടെ കയ്യിൽ പതിയെ തലോടി. മകളുടെ സാമീപ്യം പറഞ്ഞത് കൊണ്ടാകും ആ അമ്മ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി. മകളും മരുമകനും. നന്ദു ഇടത്തേ കൈ കൊണ്ട് അവൻ്റെ വലത്തെ കൈക്കിടയിലൂടെ അവനെ ചുറ്റി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവൻ്റെ ഇടത്തേ കൈ കൊണ്ട് ആ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നന്ദുമോളെ. അമ്മ. നന്ദു കരഞ്ഞില്ല. ധൈര്യത്തോടെ പിടിച്ചു നിന്നു. മുന്നിൽ നിൽക്കുന്ന മകളെ ആ അമ്മ തളർന്ന് കണ്ടില്ല. ഇനിയും കാണണ്ട. അവൾ അജീവിൻ്റെ കൈവിട്ട് അവർക്ക് അടുത്തേക്ക് നടന്നു. പതിയെ തലചാറ്റി അവിടെ നെറ്റിയിൽ ചുംബിച്ചു. അമ്മ അമ്മ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. എന്നെ വന്ന് വിളിച്ചു. ഞാൻ പോട്ടെ. എൻ്റെ മോളെ സുരക്ഷിതമായി കയ്യിലേൽപ്പിക്കാൻ അമ്മക്ക് കഴിഞ്ഞില്ല. ഇടർച്ചയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവർ കണ്ണുകൾ മുറുകെ അടച്ചു. അല്ലെങ്കിൽ തന്നെ പതിഞ്ഞ ശബ്ദമാണ്. അതിൽ കൂടെ ഇപ്പോൾ വല്ലാതെ പതിഞ്ഞു പോയി. നന്ദവരുടെ വാക്കുകൾ ശരിയല്ലെന്ന പോലെ തല വിലങ്ങിനിയാട്ടി. ഇല്ലമ്മേ, അമ്മയുടെ നന്ദ സുരക്ഷിതയാണ്. ഈ കൈകളിൽ നിന്ന് ഞാൻ സുരക്ഷിതയായിരിക്കും. പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നീണ്ട അവളുടെ ഇടത്തേ കൈ അവളൊന്ന് ഉയർത്തി കാണിച്ചു. 2 കൈ കൊണ്ടും അവൻ ആ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ അമ്മ അതിലേക്ക് തന്നെ നോക്കി. അവനോട് ഈ നിമിഷം വരെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്തോ മകൾ അംഗീകരിച്ച പോലെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവളുടെ ജീവിതം തന്നെയാണ് അതിന് കാരണം. അജു വാ. അമ്മയുടെ കണ്ണുകളിലെ ആവശ്യം മനസ്സിലാക്കി അവൾ പതിയെ അവനെ വിളിച്ചതും അജ് അവളോട് ചേർന്ന് നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മുഖം ചുവന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ നോക്കുവോ? നീ മാത്രമേ ഇനി മോൾക്കുള്ളൂ. നോക്കില്ലേ? അവൻക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ കണ്ണുകൾ ഇറുകെ പൂട്ടി കരച്ചിലെടുക്കാൻ പാടുപെടുന്നവളെ അവനവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവൾ കണ്ണു തുറന്ന് പകപ്പോടെ അവനെ നോക്കി. കരയല്ലേ നന്ദ, കരയല്ലേ? എനിക്ക് കണ്ടിട്ട് ഇവിടെ വേദനിക്കുക. അവനവനെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. നന്ദവനെ വേദനയോടെ നോക്കി. ശേഷം അമ്മയെ നോക്കി. അമ്മ ചോദിച്ചതിനുള്ള മറുപടി ഇതിലും നന്നായി അവൾക്ക് ഒരുപക്ഷെ നൽകാൻ കഴിയില്ല. അതാ അമ്മക്കും മനസ്സിലായി. അവരുടെ മകൾ സുരക്ഷിതയാണ്. അവൾ ജീവിക്കട്ടെ. ആ കണ്ണുകളിൽ പുണർന്നു നിൽക്കുന്നവരെ മതിയാവോളം കണ്ണിൽ നിറച്ചുകൊണ്ട് ഒരിക്കലും ഉണരാത്തുറക്കത്തിലേക്ക് അവർ വഴുതി വീണു. സുന്ദരമായൊരു ലോകം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട്, വേദനകളും നഷ്ടങ്ങളും വേർപാടുകളും ഇല്ലാത്ത സ്വർഗമെന്ന ലോകത്തെ കണ്ടുകൊണ്ട്.